പാർലമെന്റ് അതിക്രമവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളമുണ്ടായി. എന്നാലും കേരളത്തിൽ നിന്നുള്ള 4 എംപിമാർക്ക് സസ്പെൻഷൻ. ടി.എൻ. പ്രതാപൻ, ഡീൻ കുര്യാക്കോസ്, രമ്യ ഹരിദാസ്, ഒപ്പം ഹൈബി ഈഡൻ എന്നിവർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ജ്യോതിമണിയെയും സസ്പെൻഡ് ചെയ്തു. ഗൗതം അനന്തനാരായൺ ചേരുന്നു വിവരങ്ങളുമായി. ഗൗതം, വിശദാംശങ്ങൾ. ഇപ്പോൾ 5 കോൺഗ്രസിന്റെ എംപിമാരെയാണ് ലോക്സഭയിൽ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ബഹളം വെച്ചതിന് സ്പീക്കർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കേരളത്തിൽ നിന്നാണ് 4 പേർ. എന്നതാണ് ശ്രദ്ധേയം. തൃശൂർ എം പി ടി.എൻ. പ്രതാപൻ, ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ്, എറണാകുളം എം പി ഹൈബി ഈഡൻ, ഒപ്പം ആലത്തൂർ എം പി രമ്യ ഹരിദാസ്. കൂടാതെ തമിഴ്നാട്ടിൽ നിന്നുള്ള കോൺഗ്രസ് എം പി ജ്യോതിമണി എന്നിങ്ങനെ 5 കോൺഗ്രസ് എംപിമാരെയും ലോക്സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. രാവിലെ രാജ്യസഭയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ എം പി ഡെറിക് ഒബ്രാനെ രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻകർ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സസ്പെൻഷൻ നടപടി ഇപ്പോൾ ലോക്സഭയിലും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നടന്ന അതിക്രമവുമായി ബന്ധപ്പെട്ട് വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ച് സഭയ്ക്കകത്ത് നടുത്തളത്തിൽ ഇറങ്ങി ബഹളം വയ്ക്കുകയും സഭാ നടപടികൾ ബോധപൂർവം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ സ്പീക്കർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാര്യം കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷിയും അല്പസമയം മുമ്പ് ലോക്സഭയിൽ സംസാരിച്ചിരുന്നു. എന്തായാലും ഇത് വരും ദിവസങ്ങളിലും വലിയ ബഹളത്തിലേക്ക് പാർലമെന്റ് നടപടികൾ നീങ്ങുന്നു എന്നതിന്റെ ഒരു സൂചനയായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ ഇരുസഭകളിലും ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പ്രതിപക്ഷ പാർട്ടികൾ ബഹളം തുടരുന്നുണ്ടായിരുന്നു. സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ 2 തവണ ലോക്സഭയും രാജ്യസഭയും നിർത്തിവെച്ചതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള 4 എംപിമാരെ ഉൾപ്പെടെ 5 പേരെ ലോക്സഭയിൽ നിന്നും ഇപ്പോൾ സ്പീക്കർ ഓം ബിർള സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്.